friends, it's me Chalmi Chivin. Welcome back to Chalmi's Diary. നാട്ടിൽ നിന്ന് യു കെയിലൊക്കെ എഞ്ചിനീയറിംഗ് ചെയ്യാനായിട്ട് എല്ലാ വർഷവും ഇഷ്ടംപോലെ സ്റ്റുഡൻസ് വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ സ്റ്റേ ബാക്ക് ഓപ്ഷൻ വന്നതോടുകൂടിയായിട്ട് സ്റ്റുഡൻസിന് ഇന്ത്യക്ക് ഒത്തിരി കൂടി. യു കെയിലുള്ള സ്റ്റുഡൻസ് ആയാലും എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് പലരുടെയും ഒരു ഡ്രീമാണ്. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഇൻ യു കെ. ഈവൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് ആയാലും പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ് ആയാലും ഇവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, വർക്ക് എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യു കെയിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സച്ചിൻ നമ്മുടെ ഒപ്പം ഉണ്ട്. നമുക്ക് സച്ചിനോട് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. സോ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലോട്ട് പോവാം. വെൽക്കം ടു ടെൽമീസ് ഡയറി. എനിക്ക് പേഴ്സണലി സച്ചിനെ നന്നായിട്ട് അറിയാം, എന്നാലും വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് സച്ചിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? സച്ചിൻ എന്താ പഠിച്ചത്, എവിടെ വർക്ക് ചെയ്യുന്നതൊക്കെ? ഹലോ ഗൈസ്, ഞാൻ സച്ചിൻ. ആലുവ എന്നാ ശരിക്കുള്ള പേര്, എല്ലാവരും സച്ചിൻ എന്നാണ് വിളിക്കുന്നത്. ഞാനിപ്പം റോബഗോഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് കഴിഞ്ഞു. ഇപ്പം പ്രൊജക്ട് എഞ്ചിനീയർ ആയിട്ട് ഒരു കമ്പനിയിൽ ഇവിടെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. എന്തുകൊണ്ട് എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തത്? അതും മെക്കാനിക്കൽ. എല്ലാവരും ഒത്തിരി പേര് അതിന് പോകുന്നോണ്ടാണോ, അതെയോ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് അത് എടുത്തതാണോ? ടു ബി ഓണസ്റ്റ്, ഞാൻ അത്ര ഹ്യൂജ്ലി ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഹ്യൂജ്ലി പാഷനേറ്റ് അല്ലായിരുന്നു ഈ ഫീൽഡിലേക്ക്. ജസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ ഓക്കെ, ഒരു യൂണിവേഴ്സിറ്റി കയറണം, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു കോഴ്സ് പഠിക്കണം. അങ്ങനെ നോക്കിയപ്പോൾ മാത്സും ഫിസിക്സും ഞാൻ അത്യാവശ്യം എൻജോയ് ചെയ്യുന്ന രണ്ട് സബ്ജക്ട്സ് ആയിരുന്നു. അപ്പം ഞാൻ ഓക്കെ, എഞ്ചിനീയറിംഗ് ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റി ആണ്. പിന്നെ നോക്കിയപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വളരെ ഒരു ഡൈവേഴ്സ് ഫീൽഡാണ്. അവിടെ നിന്ന് കുറേ ഇൻഡസ്ട്രീസിലേക്ക് നമുക്ക് പോവാം, മോർ ജോബ് ഓപ്പർച്യൂണിറ്റി. അങ്ങനെ നോക്കിയപ്പം ഞാൻ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്തു. ഈ ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യം പറയുമ്പോഴേ, നാട്ടിൽ നിന്ന് ഒത്തിരി സ്റ്റുഡൻസ് ഇപ്പൊ സ്റ്റേ ബാക്ക് ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തിട്ട് വരുന്നുണ്ട്, സ്പെഷ്യലി മെക്കാനിക്കൽ. അവർക്ക് എങ്ങനെ ജോബ് കിട്ടാൻ ഇവിടെ ഈസി ആണോ അതെയോ? I think ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് എപ്പോഴും ഐ തിങ്ക് ഏത് കൺട്രിയിലേക്കും പോയാൽ ഐ തിങ്ക് ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ് ഇനിഷ്യലി ജോലി കിട്ടാൻ. എനിക്ക് ഇവിടെ വന്നറിയാവുന്ന എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട്, അവനാണെങ്കിൽ ഇപ്പൊ ജോലി കിട്ടി. ആക്ച്വലി അല്ലല്ല, എന്റെ സെയിം കോഴ്സ് അല്ലായിരുന്നു. അവൻ ഇവിടെ വന്നിട്ട് പഠിച്ചത് കൺസ്ട്രക്ഷൻ പ്രൊജക്ട് മാനേജ്മെന്റ്. മാസ്റ്റേഴ്സ് ചെയ്തു. കൺസ്ട്രക്ഷൻ പ്രൊജക്ട് മാനേജ്മെന്റിൽ മാസ്റ്റേഴ്സ് എടുത്തു. പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. പഠിച്ചു കഴിഞ്ഞ് ലിറ്ററലി ഒരു മാസം ആവുന്നേ ഉള്ളൂ. അവനിപ്പം ജോലി തന്നെ കിട്ടി. വർക്ക് വിസ അവന് കിട്ടി. അവന്റെ കോൺട്രാക്ട് 1 ഇയറിലേക്കാ. പണ്ടാണെങ്കിൽ ഇവിടെ സ്റ്റുഡൻസ് വരുമ്പോൾ വെരി വെരി റെയർലി ആയിരുന്നു ജോലി കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ അവന് വർക്ക് വിസ ആയിട്ടല്ല കിട്ടിയേക്കുന്നത്. സോ ഈ അവന്റെ കോൺട്രാക്ട് 1 ഇയറത്തേക്ക്, 1 വർഷത്തേക്ക് മാത്രമേ ഉള്ളൂ. സ്റ്റേ ബാക്ക് ഓപ്ഷൻ ഉണ്ട്. അവൻ ആക്ച്വലി 2 ഇയേഴ്സ് ഉണ്ട്. അവൻ ആ സ്റ്റേ ബാക്ക് ഓപ്ഷൻ വന്നു കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. അവൻ ലാസ്റ്റ് ജാനുവരി വന്നു. ജാനുവരി വന്നിട്ട് അവന്റെ പഠിത്തം ഇപ്പൊ കഴിഞ്ഞു, ഇപ്പം ജോലിയും കിട്ടി. അപ്പൊ സ്റ്റേ ബാക്ക് ഓപ്ഷൻ എടുക്കേണ്ടി വരും, ബിക്കോസ് അവന്റെ ജോലിയുടെ കോൺട്രാക്ട് 1 ഇയർ ആണല്ലോ. അപ്പം ആ ഒരു ഓപ്ഷൻ വെച്ചായിരിക്കും എക്സ്പീരിയൻസ് കിട്ടും. ദാറ്റ്സ് ഭയങ്കര വൈറ്റലാണ് ആക്ച്വലി. ആ ഒരു ഇവിടുന്ന് ഒരു 1 ഇയർ ഗ്രാജുവേറ്റ് സിവിൽ എഞ്ചിനീയർ ആയിട്ടാണ് അവന് കിട്ടിയേക്കുന്ന റോള്. അതപ്പോ 1 വർഷത്തേക്ക് കിട്ടും. ജോലി ചെയ്യാനൊക്കെ പറ്റുമ്പം അതൊരു വളരെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഒബ്വിയസ്ലി എസ്പെഷ്യലി ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആകുമ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പോഷർ ഉണ്ട്. അപ്പം പിന്നെ അവന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നാണ് എനിക്ക് എന്റെ മനസ്സ് പറയുന്നത്. 1 വർഷം കഴിയുമ്പം അവന് മോസ്റ്റ് പ്രോബബ്ലി അതൊരു എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. ആൻഡ് വർക്ക് വിസയും കൊടുക്കും അവൻ നന്നായിട്ട് പെർഫോം ചെയ്താൽ. ഞാൻ വ്യൂവേഴ്സിന് വേണ്ടിട്ട് ചോദിക്കാം, കാരണം ഒത്തിരി എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് കാണുന്നുണ്ട്. അപ്പൊ ആ പയ്യൻ എന്താ നാട്ടില് പഠിച്ചതെന്ന് അറിയാവോ സച്ചിനെ? ഡിഗ്രി എന്തായിരുന്നു? അവൻ ജസ്റ്റ് ബിടെക് ആയിരുന്നു. സബ്ജക്ട് എന്താന്ന് അറിയോ? ഓ, എനിക്ക് അത്ര സ്പെസിഫിക് ആയിട്ട് അറിയത്തില്ല. ബാച്ചിലേഴ്സ് ഇൻ ഏതോ ഒരു എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അത് ബേസ് ചെയ്താണ് കൺസ്ട്രക്ഷൻ എടുത്തത്. യെസ്. ഈ മാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ 1 ഇയർ മാസ്റ്റർ ഉണ്ട്, 2 ഇയർ മാസ്റ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ ഏതായിരിക്കും കൂടുതൽ നല്ലത്? 1 ഇയർ ചെയ്യുന്നതാണോ? ഐ തിങ്ക് അതും ഇറ്റ്സ് വെരി ഡിപ്പെൻഡന്റ് ഓൺ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം ചില യൂണിവേഴ്സിറ്റിക്ക് അതൊരു 2 ഇയർ കോഴ്സ് ആയിരിക്കും. 1 ഇയർ പ്ലേസ്മെന്റ്, 1 ഇയർ ജസ്റ്റ് മാസ്റ്റേഴ്സ് കോഴ്സ് പഠിക്കാൻ വേണ്ടി. പിന്നെ ചില യൂണിവേഴ്സിറ്റീസ് ജസ്റ്റ് 1 ഇയർ സ്ട്രെയിറ്റ് പഠിത്തം മാത്രമേ ഉള്ളൂ.
ഇപ്പോ സച്ചിന്റെ ഫ്രണ്ട് അഖിൽ എന്ന് പറഞ്ഞില്ലേ, ആ പയ്യൻ 1 year കോഴ്സ് മാത്രമാണോ ചെയ്തത്? അവൻ ജസ്റ്റ് 1 year കോഴ്സാണ് ചെയ്തത്. പ്ലേസ്മെന്റ് ഇല്ലാണ്ട് തന്നെ പ്ലേസ്മെന്റ് ഇല്ലാതെ തന്നെ ജോലി. നാട്ടില് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ, അറിയോ? നാട്ടില് യെസ്, അവന് ജസ്റ്റ് ചെറിയ എക്സ്പീരിയൻസുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ ചെറിയ കമ്പനീസിൽ ഇങ്ങനെ എക്സ്പീരിയൻസിന് വേണ്ടി ഇന്റേൺഷിപ്പ് പോലെ വർക്ക് ചെയ്ത അങ്ങനെ പ്ലേസ്മെന്റ്. ഏത് എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള? മെക്കാനിക്കൽ ആണോ അതോ? ഇപ്പൊ ഗേൾസ്, ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ അധികം പോകത്തില്ലായിരുന്നു. ഞങ്ങളുടെ ബാച്ചിലൊക്കെ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല, ബോയ്സ് ഫുള്ളായിരുന്നു. ഞങ്ങളുടെ ജൂനിയർ ബാച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി മാത്രമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈവൻ ക്യൂൻ സിനിമയിലൊക്കെ ഉണ്ടല്ലോ ഒരു കൊച്ചായിട്ടൊക്കെ. അത് നാട്ടിൽ അങ്ങനെയാണ് കൂടുതലും. ഇവിടെ എങ്ങനെയാ മെക്കാനിക്കൽ? നിങ്ങളുടെ ബാച്ചിലൊക്കെ ഗേൾസ് ഉണ്ടായിരുന്നോ? ഐ തിങ്ക് ഇറ്റ്സ് മോറലെസ് സെയിം ആണ്. ഐ തിങ്ക് നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഇപ്പൊ ഞാൻ പഠിച്ചപ്പം എൻ്റെ ഇനീഷ്യലി ഫസ്റ്റ് ഇയറിൽ ഒരു 120 സ്റ്റുഡൻസ് അറൌണ്ട് അത്ര ഉണ്ടായിരുന്നു. അതിനകത്ത് വെറും 3 ഗേൾസേ ഉള്ളായിരുന്നു. സോ അത് നിങ്ങളുടെ ജോബ് തന്നെ ഫിസിക്കലി ചാലഞ്ചിങ് ആയിട്ടുള്ള ജോബ് ആയതുകൊണ്ടാണോ? ഐ വുഡന്റ് സേ സോ. ഐ തിങ്ക് നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലേക്ക് പോകുമെന്ന് അനുസരിച്ചിരിക്കും. പക്ഷേ ഐ വുഡന്റ് സേ ഫിസിക്കലി അത്ര ഡിമാൻഡിങ് അല്ല. ആൻഡ് ഒരു വളരെ ഒരു നല്ല ടിപ്പ് ഞാൻ പറയാന്ന് വെച്ചാല് ഐ തിങ്ക് ഗേൾസ് ഇൻ എഞ്ചിനീയറിംഗ് വളരെ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. Even mechanical? Definitely. ഏതൊരു എസ്പെഷ്യലി മെക്കാനിക്കൽ. അത് ശരിക്കും ഇപ്പൊ നല്ലൊരു ടിപ്പ് കേട്ടോ ഗേൾസിന്. കാരണം എന്താ വെച്ചാൽ മെക്കാനിക്കൽ ഗേൾസ് അധികം ചൂസ് ചെയ്യുന്നില്ല. അത് എന്താണെന്ന് അറിയത്തില്ല, ചിലപ്പോ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. പണ്ട് ഞാൻ അങ്ങനെ വിചാരിച്ചു, മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ കുറേ ഈ കാറുകള് അങ്ങനത്തെ മെഷീൻസ് ഒക്കെ നന്നാക്കുന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മെഷീൻ ഓറിയന്റഡ് ആയിട്ടുള്ള ജോബാന്ന് ഞാൻ കുഞ്ഞിലെ വിചാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് പോകാനായിട്ട് കുറച്ച് മടിയായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഗേൾസ് എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും പറയുന്ന ഇലക്ട്രിക്കൽ എടുക്കുക അല്ലെങ്കിൽ കമ്പ്യൂട്ടർ IT എടുക്കുക, അതായിരിക്കും നിങ്ങൾക്ക് സേഫ് എന്ന് പറയാ. അപ്പൊ പക്ഷെ അങ്ങനത്തെ അല്ല, ഫിസിക്കൽ ജോബ് അല്ല. ഫിസിക്കൽ ജോബ് ഉണ്ട്, ലൈക്ക് ഐ സെഡ്, ലൈക്ക് ഡിഫറെന്റ് ആസ്പെക്ട്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഏത് റോളിലേക്ക് ജോലി ചെയ്യാൻ പോകുന്നതെന്നും കൂടെ അനുസരിച്ചിരിക്കും. ടിപ്പിക്കലി ഗേൾസ് അങ്ങനെ ഒത്തിരി എഞ്ചിനീയറിംഗിലേക്ക് പോകാറില്ല. പക്ഷേ അങ്ങനത്തെ എഞ്ചിനീയറിംഗ് പോവാൻ അങ്ങനെ പറയാൻ പറ്റത്തില്ല കേട്ടോ. നാട്ടിൽ ഇഷ്ടം പോലെ മെക്കാനിക്കലിലോട്ടില്ല. പിന്നെ അത് കഴിയുമ്പോൾ മെക്കാനിക്കൽ കഴിഞ്ഞ പിന്നെ കുറച്ചുകൂടെ ഡെഫിനറ്റ്ലി. ബിക്കോസ് ഇപ്പം ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ കമ്പനീസിനൊക്കെ അവർക്ക് ഒരു റിക്വയർമെന്റ് ഉണ്ട്. ഇത്തരം മെയിൽ ടു ഫീമെയിൽ റേഷ്യോ അവർക്ക് ഓരോ കമ്പനി ഇക്വാളിറ്റി എപ്പോഴും ഒരു ഹ്യൂജ് പ്രയോറിറ്റിയാണ്. എപ്പോഴും ഇങ്ങനത്തെ വലിയ കമ്പനീസിന് എപ്പോഴും ഒരു ബിഗ് പ്രയോറിറ്റിയാണ്. നാച്ചുറലി ഒരു ഗേൾസ് ഇപ്പം ഇച്ചിരി ടാലന്റഡ് എഞ്ചിനീയേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വളരെ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ലൈക്ക് ഒരു നല്ല ഹൈ പ്രിഫറൻസ് എപ്പോഴും കാണും. ആൻഡ് ലൈക്ക് ദാറ്റ്സ് ദി ഓണസ്റ്റ് ഒപ്പീനിയൻ ആണ് അത് ആക്ച്വലി. ബിക്കോസ് ഇപ്പം നമ്മളിപ്പോൾ ഞാൻ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് ഇന്റർവ്യൂ കിട്ടുമ്പോൾ നമ്മുടെ കൂടെ ഗേൾസ് കമ്പീറ്റ് ചെയ്യാനുള്ളപ്പം നമ്മൾ ജസ്റ്റ് നന്നായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ എങ്ങനെ സിംപ്ലി ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ഇക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കമ്പനീസ് എപ്പോഴും അത് കൂടുതൽ ഗേൾസ് മെക്കാനിക്കൽ ഫീൽഡിലേക്ക് വരട്ടെ. യെസ്, ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. സച്ചിന്റെ ബാച്ചിൽ നാട്ടിൽ നിന്ന് വന്ന് പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നോ? സച്ചിൻ എന്താ ഇവിടെ അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രി മാത്രമാണോ ചെയ്തത്, മാസ്റ്റേഴ്സും കൂടെ ക്ലബ് ചെയ്ത് ചെയ്യുമായിരുന്നോ? സോ ബേസിക്കലി യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് വന്ന് പഠിച്ചത്. നാട്ടിൽ നിന്ന് അവൻ ഇന്ത്യയിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് വന്ന് പഠിച്ച എൻ്റെ ഒരു വെരി ഗുഡ് ഫ്രണ്ടാണ് ആക്ച്വലി. അവൻ ഇവിടെ എൻ്റെ കൂടെ 4 year അവൻ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് തിരിച്ചു പോയി. പക്ഷെ അവൻ വന്ന സമയത്ത് അവൻ വെരി അൺഫോർച്ചുനേറ്റ് ആയിരുന്നു. ബിക്കോസ് അവന് സ്റ്റേ ബാക്ക് ആകെ 6 months ഉള്ളായിരുന്നു. അവനിവിടെ വന്നു 4 years പഠിച്ചു. വളരെ ഇന്റലിജന്റ് ആയിരുന്നു. അവന് വളരെ എൻജോയ് ചെയ്തു ആക്ച്വലി കോഴ്സ് എൻജോയ് ചെയ്തു. വളരെ അവൻ പറഞ്ഞ ഐ തിങ്ക് അവന്റെ എക്സ്പീരിയൻസ് അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടുത്തെ ടീച്ചിങ്സും ഇവിടുത്തെ പഠിത്തവും ഈസ് ഡിഫറെന്റ് ടു നാട്ടിൽ പഠിക്കുന്നത്. ബിക്കോസ് നാട്ടില് വളരെ തിയറി ബേസ്ഡ് ആണ്. വളരെ തിയറി ഡ്രിവൺ ആണ്. ഒത്തിരി ബുക്കിൽ ഒത്തിരി പഠിക്കുന്ന ഒരു ആസ്പെക്ട് ഉണ്ട് എന്നാണ് അവൻ പറഞ്ഞത്. ഉണ്ടെന്നല്ല, കൂടുതൽ അങ്ങനെയാണ്. അതെ, കാരണം പ്രാക്ടിക്കലി വളരെ കുറവാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ 4 വർഷം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിക്കും ഒരു ജോബ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. ഈവൻ എപ്പോഴും ഞാൻ കുറെ നാള് ഫേസ് ചെയ്തതാണ് ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടർ ഇപ്പൊ ഒരു കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരും. ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അപ്പൊ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും, നീ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലേ പഠിച്ചത്, അതൊന്ന് ഫിക്സ് ചെയ്യാൻ പറയും. പക്ഷെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ അതല്ല പഠിപ്പിക്കുന്നത്. അതാണ് ഒരു മേജർ സത്യം. അപ്പൊ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളപ്പോ എന്താ ചെയ്യുന്നത്, നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയത്തില്ല നമ്മൾ എന്ത് ജോലിക്കാ പോകാൻ പോണേന്നുള്ളത്.
പിന്നീട് നമ്മൾ പ്ലേസ്മെന്റ് ഒക്കെ കിട്ടി, പ്ലേസ്മെന്റിൽ നിന്നാണ് Yeah, ഒരു definitely. എക്സ്പീരിയൻസ് കിട്ടുന്നത്. അത് പക്ഷെ 4 വർഷം കഴിഞ്ഞിട്ടാണ് കൂടുതൽ സ്റ്റുഡൻസ് റിയലൈസ് ചെയ്യുന്നത്. Definitely. ഇവിടെ എന്റെ ബാച്ച് തന്നെയായാലും ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും പഠിച്ച കുട്ടികളൊക്കെ കൂടുതലും പോയിരിക്കുന്നത് IT കമ്പനി, IT ബേസ് ആയിട്ടുള്ള ഇതല്ല കേട്ടോ. അപ്പൊ അവർ തന്നെ പറയും ഞങ്ങൾ എന്തിനാ ഇലക്ട്രിക്കൽ പഠിച്ചെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന്. അത് ശരിയാണ്. ഐ തിങ്ക് ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ലൈക്ക് വളരെ പ്രാക്ടിക്കൽ ഉണ്ട്. പ്രാക്ടിക്കൽ കൂടുതലുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാ അല്ലെങ്കിൽ ലാബ് സെഷൻസ് ഒക്കെ കൂടുതലുണ്ട് ഇവിടെ. കൂടുതലുണ്ടെന്നല്ല, അവൻ പറഞ്ഞു വെച്ചോട്ടെ ഞാൻ കമ്പയർ ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു യൂണിവേഴ്സിറ്റിയിലെ തേർഡ് ഇയറിലെ പ്രൊജക്ട് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിൽ ഒരു ഗോകാർട്ട് പോലത്തെ ഒരു മിനിച്ചർ വെഹിക്കിൾ ബിൽഡ് ചെയ്യണമായിരുന്നു. ബിൽഡ് ചെയ്തിട്ട് അത് റേസ് ചെയ്യണമായിരുന്നു. അപ്പം കുറെ ടീംസ് ആയിട്ട് സ്പ്ലിറ്റ് ആണ്. അതിൻ്റെ ഒരു ടീമായിട്ട് നമ്മൾ എല്ലാവരുമായിട്ട് കമ്പീറ്റ് ചെയ്യും. അതിങ്ങനെ അതിൽ ഒത്തിരി എഞ്ചിനീയറിംഗ് ഇൻവോൾവ് ആണ്. ഹാൻഡ്സ് ഓൺ വർക്ക് ഉണ്ട്. ഇപ്പം വെൽഡിങ് നമ്മൾ ചെയ്യത്തില്ല. ഐ മീൻ ലൈക്ക് അതിന്റെ ഫുൾ ഡയമെൻഷൻസ് ഒക്കെ മെഷർ ഔട്ട് ചെയ്യണം. ഏതിപ്പം ഫോർ എക്സാമ്പിൾ സ്റ്റിയറിംഗ് സിസ്റ്റം ഏതാന്ന് സെലക്ട് ചെയ്യണം. അങ്ങനത്തെ കുറെ എഞ്ചിനീയറിംഗ് ഇൻവോൾവ് ആണ്. ദാറ്റ്സ് വളരെ ബെനിഫിഷ്യൽ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഒത്തിരി നമ്മളെ തിയറി നമ്മൾ പഠിക്കുന്നതെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ പ്രൊജക്ടിന്റെ കാര്യം പറയുമ്പോൾ നാട്ടിലുണ്ട് പ്രൊജക്ട്സ് ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് തേർഡ് ഇയർ മിനി പ്രൊജക്ട് ഉണ്ട്, ഫോർത്ത് ഇയർ മെയിൻ പ്രൊജക്ട് വരുന്നുണ്ട്. ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബേസ് ചെയ്തിട്ട് പറയുന്നത്. മെക്കാനിക്കലിനും ഉണ്ട്, കാരണം അവരും ഓരോ മെഷീൻസ് ഒക്കെ ബിൽഡ് ചെയ്ത് അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും അത് കുറച്ചുകൂടെ ലിമിറ്റഡ് ആണ്. കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ലിമിറ്റഡ് ആണ് നാട്ടിൽ. ഇവിടെ പ്ലേസ്മെന്റ് ഓപ്ഷൻ എങ്ങനെ ഇപ്പൊ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ നാട്ടില് 4 വർഷം കഴിയുമ്പോൾ പ്ലേസ്മെന്റ് കിട്ടാന്ന് പറഞ്ഞാൽ കുറെ കമ്പനീസ് നമ്മളെ ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ കോളേജിൽ വന്ന് എന്റെ കാര്യം ഇങ്ങനെയായിരുന്നു. കോളേജിൽ വന്നിട്ട് ഇന്റർവ്യൂ ചെയ്യും, എന്നിട്ട് ഓരോ കമ്പനിയിലോട്ട് കുറച്ച് സ്റ്റുഡൻസിനെ അങ്ങ് സെലക്ട് ചെയ്ത് കൊണ്ടുപോവുക ചെയ്യുന്നത്. ഇവിടെ പക്ഷെ ഇവിടെ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ചിലത് യൂണിവേഴ്സിറ്റി തന്നെ പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. നാട്ടിലെ പ്ലേസ്മെന്റ് വെച്ചപ്പോൾ എൻ്റെ ഡിഫറെന്റ് ഇവിടുത്തെ പ്ലേസ്മെന്റിന്റെ സ്ട്രക്ചർ ഒക്കെ. എങ്ങനെയായിരുന്നു പ്ലേസ്മെന്റ്? എനിക്ക് പ്ലേസ്മെന്റ് ഇല്ലായിരുന്നു ആക്ച്വലി. എൻ്റെ കോഴ്സ് ഞാൻ 5 ഇയർ MH കോഴ്സ് ആയിരുന്നു, 5 years മാസ്റ്റേഴ്സ്. എന്നിട്ട് ബേസിക്കലി ഞാൻ പറഞ്ഞില്ല ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എൻ്റെ കോഴ്സ്. ഞാനാണ് എൻ്റെ തേർഡ് ഇയർ കഴിഞ്ഞപ്പം ഞാൻ ഒരു ഗ്യാപ്പ് ഇയർ എടുത്തു. ജസ്റ്റ് ബിക്കോസ് ഞാൻ ഈ പഠിക്കുന്ന എല്ലാം എനിക്ക് അപ്ലൈ ചെയ്ത് ഇച്ചിരി ഒരു പ്രാക്ടിക്കൽ നോളജ് എക്സ്പീരിയൻസ് വേണമെന്ന് തോന്നി. അപ്പം ഞാൻ ഒരു തേർഡ് ഇയർ കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഇയർ എടുത്തിട്ട് ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയിൽ മാനുഫാക്ചറിങ് എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്തു. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ തിരിച്ചു വന്നിട്ട് ബേസിക്കലി 2 വർഷം കൂടെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ ഓഫ് മൈ ബാച്ചിലേഴ്സ് ആൻഡ് 1 year മാസ്റ്റേഴ്സ്. പക്ഷെ എൻ്റെ യൂണിവേഴ്സിറ്റി ഫോർച്യൂനറ്റ്ലി ഒരു അവിടെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ചെയ്യുമായിരുന്നു. ഒരു ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് തീർക്കാം. അത് 5 years പകരം 4 years നമുക്ക് ചെയ്ത് തീർക്കാം. അത് ബേസിക്കലി ഇപ്പം യൂഷ്വലി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് ജൂൺ ടിൽ സെപ്റ്റംബർ അവധി കിട്ടും. ഹോളിഡേസ്, സമ്മർ ഹോളിഡേസ് എന്ന് പറയും. 4 month ഹോളിഡേസ് വളരെ വലിയ ഹോളിഡേ ആണ്. അപ്പം ബേസിക്കലി എൻ്റെ ലാസ്റ്റ് ഇയറിൽ എനിക്ക് ആ 2 സമ്മറും അവധി ഇല്ലായിരുന്നു. അപ്പം അതിന് പകരം എൻ്റെ മാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് സെമസ്റ്റർ ഒരു സമ്മറിലും സെക്കൻഡ് സെമസ്റ്റർ മറ്റേ സമ്മറിലും ചെയ്തു തീർത്തു. ആൻഡ് ഇൻ ടേൺ ലൈക്ക് എനിക്ക് 1 വർഷം നേരത്തെ ഗ്രാജുവേറ്റ് ചെയ്യാനും പറ്റി. നിങ്ങൾക്ക് ഇപ്പൊ കോഴ്സിന്റെ ഭാഗമായിട്ട് പ്ലേസ്മെന്റ് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടതുണ്ടോ? ഡിപ്പെൻഡിങ് ഓൺ യൂണിവേഴ്സിറ്റി. അപ്പം എൻ്റെ യൂണിവേഴ്സിറ്റിക്ക് ഒരു കമ്പൽസറി ആയിട്ടൊരു പ്ലേസ്മെന്റ് ഇല്ലായിരുന്നു. യൂണിവേഴ്സിറ്റി ഇൻക്ലൂഡഡ് അല്ലായിരുന്നു ആ പ്ലേസ്മെന്റ്. ഞാൻ ജസ്റ്റ് എൻ്റെ ഓൺ ബെനിഫിറ്റിൽ ഞാൻ എടുത്ത് ചെയ്തതാണ്. നാട്ടിൽ നിന്ന് ഇവിടെ പഠിക്കാൻ പറഞ്ഞ സ്റ്റുഡൻസ് 1 year പ്ലേസ്മെന്റ് അല്ലെങ്കിൽ പ്ലേസ്മെന്റോടുകൂടിയുള്ള കോഴ്സ് എടുക്കുന്നതാണോ നല്ലത്? അത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പ്ലേസ്മെന്റ് വേണ്ടേ? സച്ചിൻ അതിനെ പറ്റി പറയാൻ? എക്സ്പീരിയൻസ് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ബെനിഫിഷ്യൽ ആണ്. എപ്പോഴും ജോലിയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല നല്ല കമ്പനീസിലേക്ക് കിട്ടാനും ലൈക്ക് എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ സച്ചിൻ പറഞ്ഞില്ല 3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക് എടുത്തു, 1 year എടുത്തു, എന്നിട്ട് പിന്നെ എക്സ്പീരിയൻസിന് വേണ്ടി പോയത്. നാട്ടിൽ അങ്ങനെ ഓപ്ഷൻ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. വൺസ് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ആക്കുന്നവരെ ഇവിടെ ഇങ്ങനെ നമ്മൾ പ്രഗ്നൻസിക്ക് 1 year ബ്രേക്ക് എടുക്കണമെന്ന് അങ്ങനെ എടുക്കാറില്ല. ഉണ്ടാവും, ഓപ്ഷൻ ഉണ്ടാവുമായിരിക്കും. അപ്പൊ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ എക്സ്പീരിയൻസ് കിട്ടും? ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞപ്പോ തന്നെ മാസ്റ്റേഴ്സ് ഇവിടെ വരുവാ. ഐ തിങ്ക് ഇപ്പൊ നാട്ടിൽ നിന്നൊക്കെ വരുമ്പം എക്സ്പീരിയൻസ് ഇല്ലാതെ ജോലി കിട്ടത്തില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ എക്സ്പീരിയൻസ് ഉണ്ടത് എപ്പോഴും ജസ്റ്റ് നാച്ചുറൽ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കമ്പനി ഇപ്പം 2 കാൻഡിഡേറ്റ്സിനെ കമ്പയർ ചെയ്യുക. അപ്പം 2 പേർക്കും സെയിം ക്വാളിഫിക്കേഷൻ, ഒരാൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എന്ത് എക്സ്പീരിയൻസ് ആണല്ലോ, ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം കമ്പനീസ് നോക്കുമ്പോഴത്തേനും
ഒരു അപ്പം അപ്പർ ഹാൻഡ് ഉണ്ടല്ലോ അയാൾക്ക്, ഒരു ഇന്റർവ്യൂ കിട്ടാനില്ല അപ്പർ ഹാൻഡ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ യെസ് അത് വളരെ ബെനിഫിഷ്യൽ ആണ്. പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലാതെയും ജോലി കിട്ടാം. പ്ലേസ്മെന്റ് കോഴ്സ് എടുത്തെന്നും പറഞ്ഞിട്ട് ജോലി കിട്ടുന്ന ഉറപ്പില്ല അല്ലേ? കിട്ടുമെന്ന് ഉറപ്പില്ല, ലൈക്ക് പക്ഷേ എക്സ്പീരിയൻസ് ഉള്ളത് എപ്പോഴും നല്ലതാണ്, എപ്പോഴും നല്ലതാണ്. എടുക്കുന്നത് ബെനിഫിഷ്യൽ ആണ്. യെസ്, പ്ലേസ്മെന്റ് എടുക്കുന്നത് ബെനിഫിഷ്യൽ ആണ്. പക്ഷെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പ്ലേസ്മെന്റ് എടുക്കുമ്പോഴത്തേനും നമ്മുടെ ഒരു ഇയർ പോയി കിട്ടുമല്ലോ, ലൈക്ക് ഒരു ഇയർ പോകും. വർക്ക് എക്സ്പീരിയൻസ് ആയിട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം നമ്മളിപ്പം ഒരു ഇയർ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് നേരെ ഇപ്പൊ ജോലി കുറെ അപ്ലൈ ജോലി കിട്ടിക്കഴിഞ്ഞാല് ആ വർക്ക് എക്സ്പീരിയൻസിന് പകരം നമുക്ക് സ്ട്രേറ്റ് ഒരു ജോലിയിലേക്ക് കയറാമല്ലോ. ലൈക്ക് അങ്ങനത്തെ ഒരു ആസ്പെക്ട് ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്. ലൈക്ക് വർക്ക് എക്സ്പീരിയൻസ് പക്ഷെ നല്ലതാണ്. പക്ഷെ ഞാൻ ജസ്റ്റ് പറയുന്ന ആ ഒരു ഇയർ ഗ്യാപ്പ് ക്രൂഷ്യലൊന്നും അല്ല. പക്ഷെ ജസ്റ്റ് ഇപ്പൊ നമുക്കിപ്പം കോൺഫിഡന്റ് ആണ്, നമുക്ക് ജോലി ഓക്കെ 1 ഇയർ ജസ്റ്റ് പഠിച്ചിട്ട് നേരെ ജോലി മേടിക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പ്ലേസ്മെന്റ് ആവശ്യമില്ല. പക്ഷെ പ്ലേസ്മെന്റ് കിട്ടുന്ന എപ്പോഴും നല്ലതാണ്. ഇവിടെ എങ്ങനെയാ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടാനായിട്ട് ഡിഫിക്കൽട്ടി ഉണ്ടോ? നാട്ടിലൊക്കെ എൻട്രൻസ് എക്സാം ഒക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെ എൻട്രൻസ് അങ്ങനെ വെച്ചിട്ടാണോ? അതുകൊണ്ട് +2 ഇവിടുത്തെ +2 അല്ല S6 S5 അങ്ങനെ മാർക്ക് വെച്ചിട്ട് ബേസ് ചെയ്തിട്ടാണോ? സോ ബേസിക്കലി ഇവിടെ എങ്ങനെ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ സ്കോട്ട്ലൻഡും ഇംഗ്ലണ്ടും ഇച്ചിരി ഡിഫറെന്റ് ആണ്. സ്കോട്ട്ലൻഡിൽ ഹയേഴ്സ്, അഡ്വാൻസ് ഹയേഴ്സ്, ഇംഗ്ലണ്ടിൽ A ലെവൽസ്. സോ മിനിമം റിക്വയർമെന്റ് ഇവിടുത്തെ എഞ്ചിനീയറിംഗ് പഠിക്കണമെങ്കിൽ 2As 2Bs അതാണ് ഒരു ആവറേജ്. പിന്നെ 2As and 2Bs in hires. ഹയർ ലെവലില് നമ്മൾ പഠിക്കുന്ന A ലെവൽ എക്വിവലന്റ് +1 +2 ആ ലെവലില് ബേസിക്കലി പെർസെന്റേജ് വെച്ച് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 65 above എന്ന് കൗണ്ട് ചെയ്തു. 65 above വേണം കിട്ടാൻ വേണ്ടി. അതൊരു മിനിമം റിക്വയർമെന്റ്. ഈ ഇനഫ് ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ഇന്റർവ്യൂസ് ഉണ്ടാവോ? അതെയോ നമുക്ക് അഗൈൻ ഐ തിങ്ക് എഞ്ചിനീയറിംഗിന് അങ്ങനെ ഇന്റർവ്യൂസ് റയർലി ആണ് അങ്ങനെ ഇന്റർവ്യൂ ബേസ് ചെയ്ത് യൂണിവേഴ്സിറ്റിയിലേക്ക് കയറ്റുന്നത്. യൂഷ്വലി നമ്മുടെ ഗ്രേഡ്സ്, നമ്മുടെ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് അതൊക്കെ റീഡ് ചെയ്തിട്ടാണ് നമ്മളെ യൂണിവേഴ്സിറ്റിയിലേക്ക് അക്സെപ്റ്റൻസ് കിട്ടുന്നത്. പക്ഷേ അഗൈൻ ദാറ്റ്സ് ഓൾസോ ഡിപ്പെൻഡിങ് ഓൺ യൂണിവേഴ്സിറ്റി. ഇപ്പം ഇച്ചിരി 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 കൂടി യൂണിവേഴ്സിറ്റിയിലേക്ക് കിട്ടണമെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇന്റർവ്യൂ പ്രോസസ്സ് കാണും. ഇപ്പൊ ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ഇംപീരിയൽ, ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് അവർക്കൊക്കെ ഡെഫിനറ്റ്ലി കാണും. സച്ചിൻ റോബർട്ട് ഗോർഡനിലല്ലേ പഠിച്ചത്? നമ്മളിവിടെ അബർഡീനാണല്ലോ. അപ്പൊ അബർഡീനിൽ എങ്ങനെയാ ഇപ്പൊ ജോലിക്ക് ഇപ്പൊ ഓയിൽ ബേസ് ആയിട്ടുള്ള ജോബിന് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുണ്ടോ? അത് റിസെക്ഷൻ ആയിട്ട് അവരെ ബാധിച്ചിട്ടുണ്ടോ? Well, definitely ബാധിച്ചിട്ടുണ്ട്. അബർഡീൻ is known to be the യൂറോപ്പിന്റെ ഓയിൽ ക്യാപിറ്റൽ സിറ്റിയാണ്. ഐ തിങ്ക് ഒത്തിരി ഓയിൽ ബേസ്ഡ് ആണ് അബർഡീൻ. അബർഡീന്റെ വെൽത്ത് എല്ലാം ഓയിലിൽ നിന്നാണ് വരുന്നത്. ആൻഡ് ഇൻ ദ റീസെന്റ് ടൈംസ് ഓയിൽ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. ആൻഡ് അതിൽ നിന്ന് ഹെവിലി ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഐ തിങ്ക് ഓയിൽ സ്റ്റില് ഗോയിങ് ഫോർവേഡ് ഇച്ചിരിയുടെ ഫ്യൂച്ചർ ഉണ്ട്. ബട്ട് ലൈക്ക് നോട്ട് അത്ര പ്രോമിസിങ് അല്ല, ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞു. ഞാനിപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലാണ്. പക്ഷേ ലോങ് ടേമില് അത്ര പ്രോമിസിങ് അല്ല. പക്ഷേ സെയിങ് ദാറ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് വളരെ ഫോർ മീ വളരെ ഒരു എക്സൈറ്റിംഗ് ഇൻഡസ്ട്രിയാണ്. അവിടെ ഒത്തിരി ഇന്നോവേഷൻ ഉണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആക്ച്വലി ഓയിൽ ആൻഡ് ഗ്യാസ്. ഇവിടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് IELTS കമ്പൽസറി ആണോ യൂണിവേഴ്സിറ്റീസ്? എനിക്ക് അറിയാവുന്ന അത്രയും IELTS വേണം. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഈ ഇടയ്ക്ക് വന്ന് അവനാണെങ്കിൽ മിനിമം 6.5 IELTS സ്കോർ റോബർട്ട് ഗോർഡനിലേക്കാണോ? അവൻ റോബർട്ട് ഗോർഡനിലേക്ക് വന്നത്. ഐ തിങ്ക് മേ ബി ചിലപ്പം ഇംഗ്ലണ്ടിലെ ചില യൂണിവേഴ്സിറ്റീസിന് IELTS വേണ്ടെന്ന് തോന്നുന്നു. സ്കോട്ട്ലൻഡിലെ മിക്ക യൂണിവേഴ്സിറ്റീസും IELTS പറയുന്നുണ്ട്. ഇവിടെ UK എഞ്ചിനീയേഴ്സിന്റെ ആവറേജ് പേ സ്കെയിൽ എങ്ങനെ വരും? സോ ഇവിടെ ഒബിയസ്ലി ഇവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേനും ആദ്യം ഗ്രാജുവേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ കയറുന്നത്. ഗ്രാജുവേറ്റ് എഞ്ചിനീയർ എന്നൊരു ടൈറ്റിൽ വെച്ചായിരിക്കും കയറുന്നത്. ആ ഒരു റോഡില് അഗൈൻ കമ്പനി വെച്ച് ഡിപ്പെൻഡ് ചെയ്യും. ഐ പ്രോബ്ലി സേ ഒരു 25,000 pounds to 40,000 pounds വരെ റേഞ്ച് ചെയ്യാം, കമ്പനി അനുസരിച്ച്, ഇൻഡസ്ട്രി അനുസരിച്ച്. ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ ഇച്ചിരിയുടെ പേ സ്കെയിൽ കൂടുതലാണ്. സാലറി, സ്റ്റാർട്ടിങ് സാലറി ഇച്ചിരി ഹയർ ആണ്. പിന്നെ ഓഫ് ഷോർ ഓപ്പർച്യൂണിറ്റി കിട്ടിയ അതിനനുസരിച്ച് എക്സ്ട്രാ പേ കൂടും. പിന്നെ ഒരു ഇതിപ്പോ സച്ചിൻ പറഞ്ഞ ഫസ്റ്റ് ഇയറിന്റെ ബേസിക് പേ ആണ് പറഞ്ഞത് 25 to 40 എന്ന് പറഞ്ഞത്. യെസ്, ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 25 to 40 ആ റേഞ്ചിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്.
കമ്പനി അനുസരിച്ച്. പിന്നെ എക്സ്പീരിയൻസ് കൂടുന്ന അനുസരിച്ചിട്ട് നമുക്ക് കൂടി പോവാം. യെസ്, ഓരോ ഇയർ മിക്ക കമ്പനീസിനും ഓരോ ഇയർ വെച്ച് പേ ഇൻക്രിമെന്റ് കിട്ടും. സച്ചിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് ഇനി വേറെ ഹയർ സ്റ്റഡീസിന് പോവോ? ഐ തിങ്ക് ഇപ്പം ലൈക്ക് മാസ്റ്റേഴ്സ് എടുത്ത് തന്നെ ഒരു കഷ്ടപ്പെട്ടാണ് മാസ്റ്റേഴ്സ് വരെ എടുത്തത്. എനിക്ക് അത്ര പഠിക്കാൻ വലിയ ഒരു ആഗ്രഹമുള്ള ഒരാളല്ലായിരുന്നു, പക്ഷെ മാസ്റ്റേഴ്സ് വരെ എടുത്തു. ഇനി മാസ്റ്റേഴ്സിനപ്പുറം ഇനി നെക്സ്റ്റ് ലെവൽ PhD ആണ്. PhD ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യമില്ല എന്തായാലും. എക്സ്പീരിയൻസ് എടുത്ത് ഐ തിങ്ക് എനിക്ക് ഇപ്പൊ നിൽക്കുന്ന ഒരു പ്രൊജക്ട് എഞ്ചിനീയറിംഗ് ലെവലിൽ നിന്ന് ഒരു മാനേജ്മെന്റ് ലെവലിലേക്ക് ഇവൻച്വലി എത്താനാണ്. ഒബിയസ്ലി നമുക്ക് ടെക്നിക്കൽ ബേസ് ആദ്യം കിട്ടണം, അത് കഴിഞ്ഞിട്ട് ഇവൻച്വലി വേറെ കൺട്രീസിലോട്ടേക്ക് പോകുന്ന ചാൻസ് വരുന്നുണ്ടോ? അപ്പം എന്റെ റോളില് ഉണ്ട്. പ്രൊജക്ട് എഞ്ചിനീയർ ആയതുകൊണ്ട് ഞങ്ങളിപ്പോ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ ഓരോ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി ഡിഫറെന്റ് കൺട്രിയിലേക്ക് പോകേണ്ട ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. എനിക്ക് ഇതുവരെ വന്നിട്ടില്ല, അത് ബിക്കോസ് ഓഫ് കോവിഡ് സിറ്റുവേഷൻ കാരണമാണ്. കോവിഡ് കാരണം ട്രാവൽ വളരെ ലിമിറ്റഡ് ആണ്, അത്ര നെസസറി ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുപോകത്തുള്ളൂ. അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം ഇല്ല, പക്ഷേ യെസ്, മൂവിങ് ഫോർവേഡ് ഡെഫിനറ്റ്ലി കാണും, ബിക്കോസ് അതാണ് എന്റെ റോൾ. അപ്പൊ താങ്ക് യു സോ മച്ച് സച്ചിൻ. കാരണം സച്ചിന് വീക്കെൻഡ് മാത്രമേ ഫ്രീ ഉള്ളൂ. ആ വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ കുറേ ഷെഡ്യൂൾസ് ഉണ്ടെന്ന് അറിയാം. അതിന്റെ ഇടയിൽ കുറച്ച് സമയമെങ്കിലും നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് സച്ചിന്റെ എക്സ്പീരിയൻസ് വ്യൂ പോയിന്റ്സ് ഒക്കെ ഷെയർ ചെയ്തല്ലോ. താങ്ക് യു സോ മച്ച്. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ കരിയർ. താങ്ക് യു വെരി മച്ച് ചേച്ചി. ജസ്റ്റ് ഹാപ്പി ടു ഹെൽപ്പ് ഔട്ട്. നിങ്ങളെല്ലാവരും എഞ്ചിനീയറിംഗിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ഗേൾസ് എഞ്ചിനീയറിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പെർസ്യൂ ചെയ്യണം എന്നേ പറയത്തുള്ളൂ. UK വളരെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എസ്പെഷ്യലി ഇപ്പം അവർ 2 years സ്റ്റേ ബാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഡെഫിനറ്റ്ലി ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് UK തീർച്ചയായിട്ടും വരണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ. ബൈ.